ദൈവത്തിന്റെ ഫേവർ നിങ്ങളുടെ മേളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറമായ നിലയിൽ നിങ്ങളുടെ ജീവിതം ഒരു അനുഗ്രഹം സമ്പൂർണ്ണമാകും. ആ ദൈവത്തിന്റെ ഫേവർ, ദൈവത്തിന്റെ പ്രീതി അത് തീർന്നു പോകുന്നതല്ല. ഇസ് ഫേവർ ഫോർ എവർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇസ് ഫേവർ ഫോർ എവർ. അതെല്ലാ കാലമുള്ളതാണ്. അത് അബ്രഹാം അനുഭവിച്ച ഒരു സത്യമാണ്. അത് ജോസഫ് അനുഭവിച്ച ഒരു സത്യമാണ്. അത് എസ്തേർ അനുഭവിച്ച ഒരു യാഥാർത്ഥ്യമാണ്. അത് ദാനിയേൽ അനുഭവിച്ച, മോശ അനുഭവിച്ച ഒരു സത്യം തന്നെയാണ്. ഏറ്റവും ഒടുവിൽ വേദപുസ്തക ചരിത്രത്തിൽ ഹൈലി ഫേവേർഡ് എന്ന് വിളിക്കപ്പെട്ട മറിയം അനുഭവിച്ച ഒരു സത്യമാണ്. ഇന്ന് നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാറ്റിനേക്കാൾ വലുത് യേശു ആയിരിക്കട്ടെ, ദൈവമായിരിക്കട്ടെ, ദൈവ സാന്നിധ്യമായിരിക്കട്ടെ. നിങ്ങൾക്ക് ജയം ഉണ്ടാകും. നിങ്ങൾ ഒറ്റയ്ക്കല്ല. അവൻ നിങ്ങളെ തനിച്ചാക്കില്ല. യേശു കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ പിതാവ് എന്നെ എങ്ങും ഏകനായി വിട്ടിട്ടില്ല, നിങ്ങളെയും അവൻ ഏകനായി വിടത്തില്ല. ഞാൻ ആരോട് സംസാരിക്കുന്നതായിട്ട് എനിക്കറിയാം. യു ആർ നോട്ട് അലോൺ. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ തനിച്ചല്ല. സർവശക്തനായ ദൈവം യേശു കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. അവന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ട്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ കർത്താവ് നിന്റെ സകല വികാരങ്ങളെ, വിചാരങ്ങളെ, വേദനകളെ അറിയുന്ന ദൈവം അവൻ നിന്റെ കൂടെയുണ്ട്. ഒരിക്കൽ മോശ ഈ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, നീ എൻ്റെ കൂടെ വരുന്നില്ലെങ്കിൽ നീ എന്നെ അയക്കരുതേ. മോശയോട് ദൈവം പറഞ്ഞ വാക്കാണ്, എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ വരും. ഞാൻ നിന്നെ തനിച്ചു വിടില്ല. നിങ്ങൾ തനിച്ചല്ല, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ ജയാളിയാകുന്ന ദൈവം, ഈ സർവശക്തനാകുന്ന കർത്താവ് നിങ്ങളറിയാതെ നിങ്ങളോടൊപ്പം നടക്കുന്നുണ്ട്. നിങ്ങൾ അറിയുന്നില്ല, പക്ഷെ അവൻ നിങ്ങളുടെ തൊട്ടരികിൽ ഇരിപ്പുണ്ട്. നിങ്ങൾ അറിയുന്നില്ല, നിങ്ങളുടെ ശ്വാസത്തിന് തൊട്ടു മുൻപിൽ അവനുണ്ട്. അവനെ തിരിച്ചറിയുവാൻ, അനുഭവിക്കുവാൻ വിശ്വാസ കണ്ണുകൾ തുറക്കട്ടെ.